ജീവിതത്തിന്റെ മായാലോകത്ത് ജീവിക്കട്ടെ, കുറെ ആള് തിന്നും കുടിച്ചും ജീവിക്കട്ടെ, കുറെ ആളുകൾ ടെൻഷൻ അടിച്ച് ജീവിക്കട്ടെ, കുറെ ആളുകൾ അംഗവൈകല്യത്തോടെ ജനിക്കട്ടെ, കുറെ പേർക്ക് മക്കൾ ഉണ്ടാവാതിരിക്കട്ടെ, ചിലർ മക്കളെ കൊണ്ട് ഇടങ്ങേറാവട്ടെ. ഇങ്ങനെയൊരു തീരുമാനത്തിന്റെ പേരിലല്ല അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യന് കൊടുക്കുന്നതും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജനിപ്പിച്ചതും മരിപ്പിച്ചതും, ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിച്ചത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ, റബ്ബിന് ചോദ്യം ചെയ്യാൻ. ഒരുപക്ഷെ ദുനിയാവിലെ ജീവിതം കൊണ്ട് ആരും നമ്മളെ ചോദ്യം ചെയ്തു കൊള്ളണമെന്നില്ല, അല്ലേ? ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വലിയ മുത്തഖിയായിരിക്കും. അത് മതിയോ എനിക്ക് അല്ലാഹുവിന്റെ മുൻപിൽ രക്ഷപ്പെടാൻ? എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും 5 വക്ത് സമയം തെറ്റാതെ നമസ്കരിക്കുന്ന ഒരു കറകളഞ്ഞ മുസ്ലിമായിരിക്കും. അത് മതിയോ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ? നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പ് കൊണ്ടും ഉടുക്കുന്ന സലഫി പർദ്ദ കൊണ്ടും നാട്ടിലെ ഖുർആൻ ക്ലാസ് കൊണ്ടും പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്തതുകൊണ്ടും സ്വർഗം തരാമെന്ന് പറഞ്ഞ റബ്ബ് എന്തിന്റെയും മുൻപിൽ ആദ്യം ഓർമ്മപ്പെടുത്തിയത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിങ്ങൾക്ക് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂലിയെന്നും നിങ്ങളുടെ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്നും, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിനെ ശുദ്ധീകരിക്കാത്തവൻ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ലെന്നും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ ഈ ദുനിയാവിലെ കെട്ടും മട്ടും കൊണ്ടൊരു പക്ഷേ ഖബർ ഭംഗിയായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മളെ കൊണ്ടുണ്ടായ ചില നേട്ടങ്ങളെ കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു നല്ല യാത്രയപ്പ് തരും എന്നുള്ളത് സത്യമാ. അതുകൊണ്ടാണല്ലോ ഈ പുത്തനത്താണിയാണെങ്കിലും മന്മണ്ടയാണെങ്കിലും ജീവിതം കൊണ്ട് നാട്ടുകാർക്കിടയിൽ പേരെടുത്തവനാണെങ്കിലും പേരെടുത്തിട്ടില്ലാത്തവനാണെങ്കിലും പടച്ച റബ്ബിന്റെ തിരിച്ചുള്ള വിളിയും കിട്ടി 6 കാലുള്ള കട്ടിലിൽ എടുക്കപ്പെട്ട് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് അവനെ യാത്രയാക്കുമ്പം ഒരാൾ പോലും പിശുക്ക് കാണിക്കാറില്ല. ആ കബറിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾക്കുണ്ടായിരുന്ന ദുനിയാവിലെ സ്ഥാനത്തിന്റെയും പവറിന്റെയും അടിസ്ഥാനത്തിൽ നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് ഭംഗിയായിട്ട് യാത്രയപ്പ് തരും. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് നമ്മളൊക്കെ ചെല്ലാറില്ലേ? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്ന ഖബറാളിക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ നാഥാ. കാരണം പവർ കൊണ്ടും പണം കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിലെ മനുഷ്യന് നെഞ്ചുവിരിക്കാൻ അവകാശമുള്ളൂ. ഒരാൾ എന്തടോന്ന് ചോദിച്ചാ എന്താക്കണടോന്ന് ചോദിക്കാൻ ദുനിയാവിലെ പവറേ ഉള്ളൂ. 6 അടി മണ്ണിന്റെ ഇടയിലേക്ക് താഴ്ത്തി വെച്ചാൽ കറുത്തവൻ വെളുത്തവൻ മൂക്ക് പതിഞ്ഞവൻ നീണ്ടവൻ, പണക്കാരൻ ദരിദ്രൻ, തറവാടുള്ളവൻ തറവാടില്ലാത്തവൻ എന്നൊരു വേർതിരിവില്ല. മയ്യത്ത് സൗദി അറേബ്യ അടക്കി വഹിക്കുന്ന രാജാവ് മരണപ്പെട്ടപ്പോഴും 6 അടി മണ്ണിലാണ് വെച്ചതെങ്കിൽ കേരളത്തിന്റെ പാതയോര വക്കത്ത് ചെറിയ ഉന്തുവണ്ടിയിൽ അന്നന്നത്തെ അന്നം കണ്ടെത്തി അവസാനം പട്ടിണി കടന്നു മരിച്ചവനും മണ്ണിന്റെ അടി കിടക്കുന്നത് 6 അടി മണ്ണ് തന്നെയാ. അതുകൊണ്ടാ റബ്ബിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും റബ്ബിന്റെ മുൻപിൽ ഒന്ന് ധൈര്യത്തോടെ നിൽക്കാൻ നിങ്ങൾ അയാൾക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കണം, ചോദിക്കണം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ചോനെ എന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഇയാൾക്ക് ഇങ്ങൊരു ധൈര്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാനുള്ള കഴിവ് തരണേ നാഥാ. അതെന്തേ? ദുനിയാവിൽ നമുക്ക് പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു 10 ഉറുപ്യ ചോദിക്കുന്നവന് തിരിച്ചു പറയാ, എനിക്കെവിടെയാ വരുമാനം, എന്റെ 5 നയാ പൈസ അല്ല. ബാങ്ക് ബാലൻസ് കുമിഞ്ഞുകൂടി ആരും കാണാതെ 1000ങ്ങളും 10,000ങ്ങളും അവന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം അഭിനയിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ ഹബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ സഹാബത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഓരോ സഹോദരിമാരും അവരുടെ ചെവികളിലുള്ളതും കഴുത്തിലുള്ളതും വിരലുകളിലുള്ളതും ബിലാൽ ഇബ്നു റബാഹയുടെ
മുണ്ടുകളിലേക്ക് ഊരിക്കൊടുത്തിരുന്നു എന്ന് കേട്ട മുസൽമാന്റെ കുടുംബത്തിലെ പെൺമക്കളോട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്കവിടെ പിയാപ്ല കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച് ദുനിയാവിൽ രക്ഷപ്പെടാൻ പറ്റും. ഏത് വിഷയത്തിലും. എന്തേ സുബഹിക്ക് പള്ളിയിൽ വരാത്ത? രാത്രി ഒരുപാട് യാത്ര ചെയ്തിട്ടാ കിടന്നുറങ്ങി. എന്തേ നിങ്ങൾ നോമ്പിന് പടച്ചോന്റെ മാർഗത്തിൽ ഇബാദത്തുകൾ കുറച്ച്? പട്ടിണിയല്ലേ, അതുകൊണ്ട് കുറച്ച് നോമ്പ് വറ്റാ മതി എന്ന് കരുതി. എന്തിനും ന്യായീകരണം കണ്ടെത്താൻ പറ്റും ദുനിയാവിൽ, ഏത് കാര്യത്തിനും. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണോ, നമ്മളതിന് ഉദറുകൾ കാരണങ്ങൾ കണ്ടെത്തും. പക്ഷേ റബ്ബ് പറയുന്നു അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബിന്റെ ഖബറിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണേ. പടച്ച റബ്ബിന്റെ ഒരു തൗഫീഖ് എന്നെ കിട്ടണം. ന്യായീകരിക്കാനോ കള്ളത്തരം പറയാനോ മറച്ചു പിടിക്കാനോ പറ്റാത്ത റബ്ബിന്റെ ഖബറിൽ കൃത്യമായ ഉത്തരം പറയാൻ ഈ ഖബറാളിക്ക് ഇങ്ങ് കഴിവ് കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകതയും ഭീകരതയും ഖബറിൽ കിടക്കുന്നവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഖബറിന്റെ രണ്ട് ഭാഗം പടച്ചോൻ അങ്ങ് ഇടുക്കിക്കളയും. മദീന മിമ്പറിന്റെ മുകളിൽ രണ്ട് കൈകളും കോർത്തു പിടിച്ച് സഹാബത്തിന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ലോകത്തിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹക്കദാ ഹക്കദാ, ഇതുപോലെ നിങ്ങളെ വാരിയല്ലു കോർത്തു പോകും. ആ വേദനയിൽ നിങ്ങൾ പെടയും, കരയും. ആ കരച്ചിലെങ്ങാനും ഖബറിന്റെ മേലെ നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ഒരാളെങ്കിലും കെട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തിന് വേണ്ടിയും ഒരാൾ ആ ഖബറിന്റെ അരികിലേക്ക് വരില്ലായിരുന്നു.